ഇത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡബിൾ ഹോഴ്സ് ബ്രാൻഡിൻ്റെ ഇൻസ്റ്റൻറ്റ് ഇടിയപ്പമാണ്. ഈ സാധനം നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. ഇതിൽ തന്നെ പറയുന്നുണ്ട് റെഡി ഇൻ 2 minutes, കീപ്പ് ഇൻ ബോയിൽഡ് വാട്ടർ ഫോർ 2 minutes, സ്ട്രെയിൻ ആൻഡ് സെർവ് ഹോട്ട്. ഇത്രയുള്ള ഇതിൻ്റെ പരിപാടി. അത് ഭയങ്കര സിമ്പിളാണ്. അങ്ങനെ അതിൽ പറഞ്ഞതുപോലെ 2 minutes ബോയിൽ ചെയ്ത്, പക്ഷെ നമ്മൾ സ്ട്രെയിൻ ചെയ്തില്ല, നമ്മൾ ആ വാട്ടർ അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. അതെന്തിനാണ് എന്നുള്ളത് അടുത്ത ഇതിൽ പറയാം. ഇത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ടോപ്പ് റാമൻ കറിയാണ്. ടോപ്പ് റാമൻ കറി എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളത്, നമ്മുടെ നോർമൽ നൂഡിൽസ് പോലൊന്നും അല്ല. ടോപ്പ് റാമൻ്റെ തന്നെ മറ്റ് ഫ്ലേവേഴ്സ് പോലെയോ അല്ല, മാഗി ഇപ്പിയൊന്നും പോലെയല്ല. ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റുള്ള നൂഡിൽസാണ് ടോപ്പ് റാമൻ. ഈ വീഡിയോ കാണുന്നവരൊക്കെ വെട്ടക്കുറവൊക്കെ ക്ഷമിക്കണം. ഇവിടെ കാണുന്ന ഈ ഒരു മസാല മിക്സ് എന്ന് പറയുന്നത് ഒരു 2 ടീസ്പൂൺ കുക്കിംഗ് ഓയിലിനകത്ത് നമ്മൾ ഒരു സ്പൂൺ ചിക്കൻ മസാലയും ഒരു 1/2 സ്പൂൺ മുളക് പൊടി, ഒരു ചെറിയൊരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണാണ്, ടേബിൾ സ്പൂണൊന്നും ആരും എടുത്ത് ഇടരുത്, എന്നിട്ട് ഞാൻ പറഞ്ഞതൊന്നും പറയരുത്. ഒരു 1/2 ടീസ്പൂണ് ഉപ്പ്, വേണ്ട, ഒരു കാലിൻ്റെ അരയുടെയൊക്കെ ഇടയിലുള്ളത് മതി. പിന്നെ നേരത്തെ നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ഈ ടോപ്പ് റാമൻ്റെ മസാലയുണ്ട്. ആ പറഞ്ഞ മസാലയാണ് ഈ മസാല. ഇതിലിതേ കണ്ടോ, ടോപ്പ് റാമൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, സീസണിങ് മിക്സ് എന്നൊക്കെ ഉണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. ശ്രദ്ധിച്ച് നോക്കിയിട്ട് ശ്രദ്ധിച്ച് നോക്കാതെ കണ്ടില്ല എന്നൊന്നും പരാതി പറയരുത്. വീണ്ടും അപ്പോൾ നമ്മൾ ഈ മസാലയിലേക്ക് വന്നു. ഇത് ഇടയ്ക്ക് വെച്ചിട്ടാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്, അത് കാരണം പാതിയിലായ കാര്യം ഞാൻ ഇങ്ങനെ നിർത്തി വെച്ചേക്കായിരുന്നു. അപ്പോൾ ഇനി വീണ്ടും തുടങ്ങാം. ഇവിടെ ഇൻഡക്ഷൻ കുക്കർ മാത്രമേ ഉള്ളൂ. നമുക്ക് കുക്ക് ചെയ്യാൻ ഗ്യാസ് അടുപ്പൊന്നുമില്ല. ഗ്യാസ് അടുപ്പ് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഗ്യാസ് അടുപ്പ് വാങ്ങാത്തത്. എൻ്റെ ഭാര്യ ഭയങ്കര സേഫായിട്ടെല്ലാം ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് വല്ലാത്ത പേടിയുണ്ട് ഗ്യാസ് പൊട്ടിത്തെറിക്കുമോ എന്നൊക്കെ. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ ഒന്ന് ഓയിലിൽ കരിയാതെ ശ്രദ്ധിച്ചൊക്കെ നമ്മളൊന്ന് ഇതാക്കി വെച്ചേക്കുന്ന മസാലയാണ്. അപ്പോൾ ഈ വെള്ളം കളയാത്ത എന്തിനാണെന്ന് പറയാമെന്ന് പറഞ്ഞു. എന്തായാലും നമുക്കിനി ഇതിനകത്തേക്ക് ടോപ്പ് റാമനും കൂടെ ഇടണം. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സംഭവമാണ് ഉദ്ദേശിക്കുന്നത്. ഇടിയപ്പവും ടോപ്പ് റാമനും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു നൂഡിൽസാണ്. ഈ വെള്ളം വെറുതെ കളയേണ്ട. അപ്പോൾ ഇതിൽ ഓൾറെഡി ഈ അരി ഇടിയപ്പത്തിൻ്റെ ആ ഒരു ഗുണമൊക്കെ എന്തായാലും കുറച്ചൊക്കെ അതിലോട്ട് ഇറങ്ങിയിട്ടൊക്കെ കാണുമായിരിക്കും. കഞ്ഞിവെള്ളത്തിൻ്റെ ടേസ്റ്റ് ആണോ എന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഈ ഇടിയപ്പവും ഓൾറെഡി കുക്കായി ഇരിപ്പുണ്ട്. നമുക്ക് പക്ഷേ ഈ നൂഡിൽസ് നമ്മുടെ ടോപ്പ് റാമൻ കുക്ക് ചെയ്യണം. അപ്പോൾ ടോപ്പ് റാമൻ കുക്ക് ചെയ്യാൻ വേണ്ടി ഈ വെള്ളം തന്നെ ഉപയോഗിച്ചാൽ വെള്ളവും ലാഭിക്കാം, ഈ ഇടിയപ്പത്തിൻ്റെ ഗുണങ്ങളെല്ലാം അതിൽ തന്നെ നിലനിന്നോളും എന്നുള്ളൊരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇനി അടുത്ത് ചെയ്യാൻ പോകണതെന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു കൈ ഫോണ് പിടിച്ചേക്കുന്നത് കൊണ്ട് അടുത്ത കൈ കൊണ്ട് ഇതിലോട്ട് ഈ ഇടിയപ്പം എടുത്തങ്ങ് ഒഴിച്ചു. ഇതിന് കുഴഞ്ഞു പോകുമെന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇത് മണിക്കൂറുകളായിട്ടൊക്കെ ഭാര്യ ഇതിലിട്ട് വെച്ചിരുന്നു, വെള്ളത്തിൽ ഇട്ട് വൈകിട്ട് കഴിക്കാൻ വേണ്ടി ഇട്ട് വെച്ചതാണ്. അപ്പോൾ പിന്നെ കുഞ്ഞ് കരഞ്ഞെന്നും പറഞ്ഞ് പിന്നെ ഇത് കുക്ക് ചെയ്ത് കഴിക്കാനൊന്നും പറ്റിയില്ല പാവത്തിന്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കഞ്ഞി പോലെ ആയിപ്പോവോ എന്നുള്ളതൊന്നും അറിഞ്ഞൂടാ. എന്തായാലും നോക്കാം. ഇത് ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇതൊക്കെ കൂട്ടിയിടും. വെള്ളം പെട്ടെന്ന് തിളച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യും, വെള്ളം ഇപ്പോഴേ തിളച്ച് തുടങ്ങി. ഇൻഡക്ഷൻ കുക്കർ ഭയങ്കര ഫാസ്റ്റാണ്, അറിയാമല്ലോ. ഞാൻ നിൽക്കുന്നതുകൊണ്ടാണ് നിഴലടിച്ചിട്ട് വെട്ടമൊന്നും കിട്ടാത്തത്. ഇതിലേക്ക് നമ്മൾ ഓൾറെഡി ഇത് ഇട്ടു. വേണമെങ്കിൽ നമുക്കിത് മാത്രമായിട്ട് എടുത്ത് കഴിക്കാം. അപ്പോൾ പ്രശ്നമെന്ന് പറഞ്ഞാൽ ടോപ്പ് റാമൻ്റെ 2 മസാല ഇതിലിട്ടു. അപ്പോൾ ഈ 2 ടോപ്പ് റാമൻ ഇതിലിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് മസാല ഇല്ലാത്ത ടോപ്പ് റാമൻ കഴിക്കേണ്ടി വരും. അപ്പോൾ അത് കാരണമാണ് പിന്നെ അങ്ങനെ ചെയ്യാതെ ഈ ടോപ്പ് റാമനും കൂടെ ഇതിലോട്ട് തന്നെ ഇടാമെന്നുള്ള തീരുമാനമായത്. തൊട്ടടുത്തിരിക്കുന്ന അച്ചാറൊന്നും കണ്ടിട്ട് ആരും ഒന്നും ഇത് ചെയ്യണ്ട, അതൊക്കെ ഇവിടത്തെയാണ്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ ടോപ്പ് റാമൻ എടുക്കും. ടോപ്പ് റാമൻ ഒരെണ്ണം വന്നു. ഇതിനെ നമ്മൾ പൊടിക്കുകയൊന്നും ചെയ്യാതെ തന്നെ ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ നമുക്ക് ഫുള്ളായിട്ട് തന്നെ അത് കിട്ടും. അതപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചിലപ്പോൾ ടെൻഷൻ കാണും, ഭയങ്കര നീണ്ടു പോകില്ലേ എന്നൊക്കെ. അതിൻ്റെ പരിഹാരമൊക്കെ ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടാമത്തെ ടോപ്പ് റാമനാണ്. ഇത് രണ്ടാമത്തെ ടോപ്പ് റാമൻ ഇതിലോട്ട് ഇട്ടു. വെള്ളം ഇപ്പോഴേക്കും നല്ലപോലെ തിളച്ചു. ആദ്യം ഇട്ട ടോപ്പ് റാമനെ നമ്മൾ അതുപോലെ ഒന്ന് തിരിച്ചങ്ങ് ഇട്ട് കൊടുക്കും. അത് അതിൽ കിടന്ന് എരിയും. എന്നിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു മടക്ക് കാണാം, അത് തപ്പി പിടിച്ച് നമ്മൾ അതിനെങ്ങനെ നിവർത്തി അങ്ങ് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടി ഓക്കെ ആയി. അപ്പോൾ ഇനി നമ്മൾ രണ്ടാമതിട്ട ടോപ്പ് റാമനെ നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ
അതങ്ങനെ കിടക്കും. എന്നിട്ട് നമ്മളതിനെ ഇതുപോലെ തപ്പി പിടിച്ച് അതിൻ്റെ സ്ഥലം കണ്ടുപിടിച്ചിട്ട് അത് രണ്ടായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ഒരു പീസ് ഇത് ഇവിടെ ഒളിച്ചു കിടപ്പുണ്ട്. ഇതാണ് ടോപ്പ് റാമൻ എടുത്തിട്ടിട്ട് നമ്മളിങ്ങനെ തീ കൂട്ടിയിട്ടേക്കുന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിൽ തീയൊന്നുമില്ല. അതിൻ്റെ ടെമ്പറേച്ചറൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. ബാക്കി ഇത് മുമ്പ് പരീക്ഷിച്ച് നോക്കിയിട്ട് എല്ലാവരെയും കാണിക്കാമെന്നും പറഞ്ഞെടുത്ത വീഡിയോ ഒന്നും അല്ല. അതുകൊണ്ട് ഇത് എന്തോ ആവുമെന്ന് നിങ്ങൾ അറിയുമ്പോഴേ ഞാനും അറിയുള്ളൂ. മസാല കട്ട പിടിച്ചിടാം. കട്ടയൊക്കെ നമ്മൾ തട്ടി പൊട്ടിക്കും. അപ്പോൾ അത് നമുക്കിത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അത് ടോപ്പ് റാമനും ഇടിയപ്പമൊക്കെ അത് തന്നെത്താനെ പൊടിഞ്ഞ് ചെറിയ പീസസ് ആയിക്കഴിഞ്ഞു. ഇനിയും ഇത് നമ്മൾ കുക്ക് ചെയ്താൽ ഡ്രൈ ആയി പോവും. റാമൻ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളൊരു ഡ്രൈ നൂഡിൽസ് പോലെ ഡ്രൈ ആയിട്ട് കഴിക്കുന്ന ഒരു ഫുഡ് ഐറ്റം അല്ല. ആക്ച്വലി അത് കുറച്ച് സൂപ്പി ആയിട്ട് കഴിക്കുന്നതാണ്. കുറച്ചൊരു സെമി ലിക്വിഡ് കൂടെയൊക്കെ ആയിട്ടൊക്കെ മിക്സായിട്ട് കഴിക്കുന്ന ഒരു ഐറ്റമാണ് റാമൻ. അങ്ങനെ നമ്മുടെ സാധനം റെഡിയായി. ഇനി ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കിയോണ്ട് ഞാൻ കൊള്ളാമെന്ന് മാത്രമേ പറയുള്ളൂ. ബാക്കി നിങ്ങൾ കഴിച്ച് നോക്കിയിട്ട് കമൻ്റായിട്ടൊക്കെ ഇട്ടാൽ മതി ടേസ്റ്റ് എങ്ങനെയുണ്ട്. ഞാനത് കഴിച്ചു നോക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കഴിച്ചാൽ എന്തായാലും കൊള്ളാമെന്ന് മാത്രമേ പറയുള്ളൂ. ഞാൻ ഉണ്ടാക്കിയതല്ലേ, എനിക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും സാധനം കൊള്ളാം. താങ്ക് യു.